നിങ്ങളൊരു പുതിയ കമ്മോഡ് ഫിക്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണോ? അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ പഴയ കമ്മോഡ് റീപ്ലേസ് ചെയ്ത് പുതിയത് വെക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണോ? ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ടിപ്സിനെ കുറിച്ച് പറഞ്ഞു തരാനാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. നമ്മളൊരു പുതിയ കമ്മോഡ് ഒക്കെ ഫിക്സ് ചെയ്യുമ്പോൾ നമ്മളതിൻ്റെ പൊസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരിക്കലും കമ്മോഡിൻ്റെ പൊസിഷൻ ഡൗൺ ആയിരിക്കരുത്. നമ്മൾ താഴ്ത്തോട്ടിരിക്കുമ്പോൾ അത് ഫ്ലഷ് ഔട്ട് ചെയ്യാനുള്ള ചാൻസസ് കുറവാണ്. മാക്സിമം 0 ഡിഗ്രിയിൽ സെൻറ്റർ 0 ഡിഗ്രിയിൽ തന്നെ വെക്കുക. അപ്പോൾ സ്ട്രൈറ്റ് ആയിട്ട് വെച്ചാലാണ് അത് മാക്സിമം ഫംഗ്ഷൻ കിട്ടുള്ളൂ. നമ്മൾ അപ്പ് വെച്ചാലും വർക്ക് ചെയ്യും. ബട്ട് ദ പ്രോബ്ലം ഈസ് നമ്മുടെ അതിൽ വാട്ടർ സ്റ്റോറേജിങ് കപ്പാസിറ്റി ബാക്കിലോട്ട് വരുമ്പോൾ വാട്ടർ ഔട്ട് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. സ്റ്റോറിങ് കപ്പാസിറ്റി കുറയാനുള്ള ചാൻസസ് ഉണ്ട്. ആൻഡ് രണ്ടാമത്തെ കാര്യമാണ്, നമ്മൾ ഇതിനകത്തോട്ട് ഈ ഫ്ലഷ് ക്ലോസറ്റിൻ്റെ അടുത്ത് നിന്നും അപ്രോക്സിമേറ്റ്ലി ഒരു 1 മീറ്ററിൻ്റെയും 3 മീറ്ററിൻ്റെയും ഇടയിലായിട്ടൊരു എയർ വെന്റിലേഷൻ വെക്കുക എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഈ വെള്ളം ഫ്ലഷ് ചെയ്യുമ്പോൾ ഹ്യൂജ് വോളിയം വെള്ളം നമ്മൾ പുറത്തോട്ട് ഔട്ടായി പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ടണലിൽ ഒരു എയർ പ്രഷർ ജനറേറ്റ് ആവും. അതൊരു റിവേഴ്സ് പ്രഷറാണ് ജനറേറ്റ് ആവുക. ബേസിക്കലി നമ്മൾ ടണലിലൊക്കെ നിൽക്കുമ്പോൾ ഒരു ട്രെയിൻ പാസ് ചെയ്യുമ്പോൾ നമുക്ക് ട്രെയിൻ എത്തുന്നതിന് മുന്നേ നമുക്കൊരു കാറ്റടിച്ച് കൊടുക്കും. അത് ആ എയറിനെ തള്ളിവിടുന്ന പ്രഷർ അത് ഈ പൈപ്പിലും ജനറേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ അതിനെ ക്ലിയർ ചെയ്യാനായിട്ട് നമ്മളൊരു എയർ വെന്റിലേഷൻ നമ്മളൊരു 3 മീറ്ററിൻ്റെയും 1 മീറ്ററിൻ്റെ ഇടയ്ക്ക് സെറ്റ് ചെയ്താൽ ഇത് നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും. പിന്നെ നമുക്ക് നനവുള്ള സ്ഥലങ്ങളിൽ മാക്സിമം ലീക്കേജ് ഇല്ലാതെ തന്നെ വർക്കൗട്ട് ചെയ്യുക. കാരണം നനവുള്ള സ്ഥലങ്ങളിൽ ഈ ചെടികൾ വളരുക അല്ലെങ്കിൽ മരത്തിൻ്റെ വേരുകളൊക്കെ വന്ന് അത് ബ്ലോക്ക് ആക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ വേറൊരു കാര്യമാണ്, നമ്മൾ സാനിറ്ററി നാപ്കിൻസ് അല്ലെങ്കിൽ ഡയപ്പറൊക്കെ നമ്മൾ ഇത് ഫ്ലഷ് ചെയ്തപ്പെട്ട് കഴിഞ്ഞാൽ അത് ബ്ലോക്ക് വരാൻ ചാൻസസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്ത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പുള്ളറൊക്കെ വെച്ച് നമ്മൾ അതിനെ റിമൂവൽസിലേക്ക് പോകേണ്ടി വരും. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ കമ്മോഡിൻ്റെ ഫ്ലഷിങ് സൊല്യൂഷൻ നമുക്ക് വളരെ ഭംഗിയായിട്ട് ഫ്ലഷ് ഔട്ട് ആവുന്ന ഒരു രീതിയിൽ നമുക്ക് അതിനെ ഫിക്സ് ചെയ്യാൻ സാധിക്കും. സനൽ, വി കെട്ടഡസ്.